ജന്മം അതുകൊണ്ട് നമുക്ക് പ്രശ്നമുണ്ടായി. അല്ലെങ്കിൽ പെൺകുട്ടി പോകണമല്ലോ, വേണമല്ലോ. ഇവിടെ ജനിച്ചിട്ട് പെൺകുട്ടി പോവോ? അച്ഛൻ തന്നെ 9 ടീച്ചർ കൊടുക്കുമല്ലോ. മൃത്യു ഈ ഉറപ്പുള്ള ഒറ്റ കാര്യം എന്താ? നമ്മുടെ പണം 10 വരും ഒരു ദിവസം അല്ലേ? ഒന്നും ചെയ്തിട്ട് വഹിക്കും. ജന്മം 2 പ്രശ്നം. ജന്മം ജനിക്കുക മരിക്കുക 2 പ്രശ്നത്തെ ജന്മം മൃത്യു. ഈ ഇടയ്ക്ക് ചില പ്രശ്നമുണ്ട്. ജല വയസ്സാവും, വയസ്സാവില്ലേ? അപ്പൊ ജനത്തിന് കയ്യോ കാര്യങ്ങളോ കിടക്കടാതെ ശബ്ദം കേൾക്കാം. വീട്ടിൽ കുഴപ്പമൊക്കെ ഇരിക്കില്ലേ? പ്രശ്നമില്ലേ? ഈ വയസ്സായതില്ല കണ്ണട വയ്ക്കുക. ജനിച്ചപ്പോ കണ്ണട പറ്റുന്നുണ്ടേ ജല വർദ്ധിക്കും. വ്യാധി ഇടയ്ക്കിടയ്ക്ക് സുഖങ്ങൾ ഒന്നും ഇന്ന് മരുന്ന് കഴിച്ചിട്ട് നാളെ വേറെ സുഖം, അതിന് മരുന്ന് കഴിക്കുമ്പോൾ വേറെ സുഖം, ഇതിലേക്ക് വേറെ സുഖം. എന്തുമില്ലേ സാധനം? ജന്മ മൃത്യു ജരാവ്യാധി. ഈ 4 പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ലോകത്തിന് പറഞ്ഞു കൊടുത്ത ഒരേ ഒരു സംസ്കാരമാണ്, ഒരേ ഒരു രാജ്യമാണ് നമ്മുടെ. ആ മരുന്ന് മനസ്സിലാക്കണമെങ്കിൽ മേധാസ്വത്വവും വേദത്തെ നിത്യജീവിക്കണം. ആ മരുന്ന് ഗീതയിലും പറഞ്ഞിട്ടൊക്കെ ഈ മനസ്സന്തോഷമില്ലാത്തതിനൊക്കെ പ്രശ്നതാണ്. അതിങ്ങനെ എന്റെ സിംബോളിക്കായിട്ടൊരു അർത്ഥമുണ്ട് എന്ന് പറയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പം ലോകം മുഴുവൻ കഥ പറയാണ്. ലോകം മുഴുവനും ജലം, എവിടെ നോക്കിയാലും ജലം. നോക്കാനാണെങ്കിലും വേണ്ട, അറിവില്ല, കണ്ടാവാ പറഞ്ഞത്. എവിടെ നോക്കിയാലും ജലം, ഒന്നും കാണാനില്ല. ജലം സർവത്ര ജലം ആപൂമയ. ഇങ്ങനെ ഇവിടെ മഹാവിഷ്ണു യോഗനിദ്രയാണ്. നിദ്ര എന്ന് പറഞ്ഞ ഓർക്കാണെങ്കിൽ യോഗനിദ്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർക്കല്ല. അദ്ദേഹം ഓർക്കുന്നില്ല അറിഞ്ഞൂടെ. അങ്ങനത്തെ ഉറക്കത്തിന്റെ പേരാണ് യോഗനിദ്ര. നമ്മള് ഈ എഴുന്നേക്കാൻ പോലെയുള്ളപ്പോൾ യോഗനിദ്ര വരാറില്ല. എഴുന്നേക്കാൻ പറയുമ്പോൾ അപ്പൊ അറിയാം, നമ്മൾ കുറെ നേരം തുടങ്ങിയിട്ടെന്ന് അറിയാം. ഇത് ആ യോഗനിദ്രയില്ല, സന്തോഷമാണ്, ശാന്തമാണ്, പരമാനന്ദത്തിൽ കിടക്കുക, കണ്ടു നോക്കേണ്ട എല്ലാം അറിയാം. നമ്മൾ നാമദേവന്റെ കഥ പറഞ്ഞില്ലേ? നാമദേവൻ അപ്പൂപ്പൻ കണ്ണടച്ചാൽ നാമദേവനാണോ? അതെ. കൃഷ്ണൻ പറഞ്ഞിട്ട് വന്നല്ലേ? അതെ. പഠിക്കാവുന്നതല്ലേ? അതെ. ഇങ്ങനെ അപ്പൂപ്പനെ കണ്ണും കാണുന്നില്ല, ചെല്ലുമ്പോഴത്തേക്കും കൂടെ മനസ്സിലായി. അതൊക്കെ തോന്നാൻ ഈ കണ്ണൊന്നും വേണ്ട, കണ്ണു നോക്കാൻ വേണ്ട. അപ്പൊ യോഗത്തിൽ ഇങ്ങനെ കിടക്കണം. ഈ സമയത്ത് ഭഗവാന്റെ ചെവിയിൽ നിന്ന് മലർന്ന് അടുക്കുന്ന കർണങ്ങൾ നമ്മുടെ ചെവിയിലടയ്ക്കുന്ന തോന്നിക്ക് വേണ്ടി കാണില്ല. ആ സാധനം തൊഴിലെടുക്കാറുണ്ടോ? അതിടയ്ക്ക് നിങ്ങൾ കമ്പുമാരൊക്കെ കൂട്ടാൻ അച്ഛത്തിട്ടുണ്ട്. അത് കണ്ടവനോട് അർത്ഥം ഇരുന്ന് പോയ ചെവി കണ്ടു. കർണമല കണ്ടിട്ടില്ലേ? അത് അർത്ഥം കണ്ടു ഹലോ ഇങ്ങനെ കിടക്കേ, ഇങ്ങനെ ചെയ്തി വന്നിരിക്കുന്നു. അതാ നിങ്ങളുടെ ആ വെള്ളത്തിലേക്ക് എങ്കിലും കിടക്കുത്തേക്കും അതൊരു രൂപമായിട്ട് മാറി. അവരുടെ